ഹലോ എല്ലാവർക്കും പ്രീമിയർ സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് നമ്മൾ ബ്ലെൻഡർ മെയ്ഡ് എ സി എന്ന് പറയുന്ന സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ബ്ലെൻഡറിൽ വരുന്ന ബേസിക് പ്രിമിറ്റീവ്സിനെ പറ്റിയും അതിന്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡറിൽ ഒരു സീൻ ഓപ്പൺ ആക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഓബ്ജക്ട്സ് ഡീഫോൾട്ട് ആയി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റത്തെ ബേസിക് പ്രിമിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂബ് ആണ്. ഇത് ഡീഫോൾട്ട് ആയിട്ട് അവിടെ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ഡീഫോൾട്ട് പ്രിമിറ്റീവ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു മെനു വന്ന് ഇവിടെ മെഷസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ കർവ്സ്, സർഫസ്, മെറ്റബോൾസ്, ടെക്സ്റ്റ്, വോളിയം, ഗ്രീസ് പെൻസിൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെഷസിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ മെഷസിന്റെ ഗ്രൂപ്പിന്റെ അണ്ടറിൽ പ്ലെയിൻസ് ഉണ്ട്, ക്യൂബ്സ് ഉണ്ട്, സർക്കിൾ ഉണ്ട്, യു വി സ്പിയർ ഉണ്ട്, ഐക്കോസ്ഫിയർ ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, കോൺ, ടോറസ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, മങ്കി ഉണ്ട്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഇപ്പോൾ ഉള്ള എല്ലാ ഒബ്ജക്ട്സും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സിംപ്ലി എ പ്രസ് ചെയ്യുക, എക്സ് കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ്, എ എന്ന് പറയുന്നത് ഓൾ സെലക്ട് ആണ്. അപ്പോൾ എക്സ് പ്രസ് ചെയ്ത് ഒന്നുകൂടെ എക്സ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് നമുക്ക് ആദ്യം പ്ലെയിൻ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ താഴെയായിട്ട് ഒരു ആഡ് പ്ലെയിൻ എന്നുള്ള ഒരു ചെറിയൊരു പോപ്പപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ അവിടെ ഒരു ആരോ സൈനും കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിന്റെ സൈസ്, ലൊക്കേഷൻ, റൊട്ടേഷൻ. നമുക്കിത് ഡീഫോൾട്ട് ആയിട്ടുള്ള അതേപോലെ വയ്ക്കാം. ഇപ്പോൾ ഏതൊരു ഓപ്പറേഷൻ നമ്മൾ ബ്ലെൻഡറിൽ ചെയ്താലും ഇതേപോലെ ഒരു അഡീഷണൽ ഓപ്ഷൻസ് പാനലിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് 3D സ്പേസിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആക്സിസിന്റെ റെപ്രസെന്റേഷൻ കാണാൻ പറ്റും. ഇവിടെയുള്ള ഈ ഒരു റെഡ് ആരോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിലോട്ട് ലോക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രീൻ ആരോ ആണെങ്കിൽ വൈ ആക്സിസും ബ്ലൂ സെഡ് ആക്സിസും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ കീബോർഡ് കീസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് മൂവ് ടൂളിന് വേണ്ടി ജി പ്രസ് ചെയ്യാം. ജി ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ എക്സ് പ്രസ് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ലോക്ക് ആവും. വൈ ആക്സിസും ഇസഡ് ആക്സിസും. നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ പ്ലേസ് ചെയ്യാനും പറ്റും. റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ഓപ്പറേഷൻ ക്യാൻസൽ ആവുകയും ചെയ്യും. ഇപ്പൊ സ്കെയിൽ ചെയ്യാനാണെങ്കിൽ എസ് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ആക്സിസിലും യൂണിഫോം ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വൈ ആക്സിസ് വൈ പ്രസ് ചെയ്യണമെങ്കിൽ വൈ ആക്സിസും എക്സ് ആക്സിസും. പക്ഷെ ഇവിടെ ഇസഡ് ആക്സിസിലോട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. അതേപോലെ റൊട്ടേഷൻ ആണെങ്കിൽ 6 പ്രസ് ചെയ്യുക. നേരത്തെ പോലെ എക്സ് വൈ സെഡ് ആ ഒരു ആക്സിസിലോട്ട് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 3 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞ കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, സ്കെയിലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത പ്രിമിറ്റീവ് എടുക്കാം. അതിന് ഷിഫ്റ്റ് എ, ക്യൂബ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇസഡ് ആക്സിസ് സ്കെയിൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഇതൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. ഇതങ്ങോട്ട് മാറ്റാം. അതേപോലെ സർക്കിള്, യു വി സ്ഫിയർ, ഐക്കോസ്ഫിയർ, സിലിണ്ടർ, കോണ്, ടോറസ്, ഗ്രിഡ് പ്ലെയിനും ഒരേ സെയിം സാധനങ്ങൾ തന്നെയാണ്. അതേപോലെ മങ്കി. ഈ ഒരു മങ്കി എന്ന് പറയുന്നത് ബ്ലെൻഡറിന്റെ ഒരു ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അത് പ്രീമെയ്ഡ് ആയിട്ട് ബ്ലെൻഡറിൽ പാക്ക്
പാക്ക് ചെയ്ത് വരുന്ന സാധനമാണ് ഈ ഒരു മങ്കി എന്ന് പറയുന്നത്. ഈ ഒരു മങ്കിക്ക് ഇവരൊരു പ്രത്യേക ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഷുസാൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിവിടെ കളക്ഷനിൽ കാണാം, ഷുസാൻ എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലെൻഡറിൽ ബേസിക് ആയിട്ട് വരുന്ന പ്രിമിറ്റീവ് മെഷസ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു മെയിൻ ഒരാളുണ്ട്, അതാണ് നമ്മുടെ ഈ ഒരു 3D കർസർ. നമുക്കിവിടെ കാണാം റെഡ് വൈറ്റ് കളറിലുള്ള ഒരു ചെറിയൊരു ഒബ്ജക്റ്റ്. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനാണ് 3D കർസർ എന്ന് പറയുന്നത്. ഈ 3D കർസർ ഇരിക്കുന്ന പൊസിഷനിലാണ് നമ്മൾ എന്ത് സാധനം ആഡ് ചെയ്താലും പ്ലേസ് ആവുന്നത്. ഇപ്പോൾ ഇവിടെയാണ് മങ്കി ഇരിക്കുന്നത്, അതിൽ ഈ ഒരു 3D കർസർ ഈ ഒരു മങ്കി ഇരിക്കുന്ന സ്പേസിലോട്ട് വരുത്തണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുക, കർസർ ടു സെലക്റ്റഡ് കൊടുക്കുക. ഈ ഒരു ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും. ഷിഫ്റ്റ് എസ് അപ്പോഴത്തേക്കും വിടരുത്, ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ ഒരു മെനു വരും. ഈ ഒരു മെനുവിനെ പറയുന്നത് പൈ മെനു എന്നാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ ആണോ വേണ്ടത് അത് മൗസിന്റെ കർസർ അവിടോട്ട് പ്ലേസ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ 3D കർസർ അവിടെ വന്നു. മങ്കി മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ 3D കർസറിന്റെ പൊസിഷനിലായിരിക്കും അത് വരുന്നത്. അതാണ് ഈ 3D കർസറിന്റെ ഉപയോഗം. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലെൻഡറിൽ വരുന്ന ബേസിക് മെഷേഴ്സ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.